പ്രശ്നം നേട്ടാ, ഇപ്പോൾ തെരഞ്ഞെടുപ്പും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞല്ലോ. ഈ പലവിധ വിവാദങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 2 ദിവസം മുമ്പ് പുതിയ വിവാദങ്ങൾ അത് സ്ട്രോങ് ആയിട്ട് തലപൊക്കി കഴിഞ്ഞു. ഇപ്പോൾ CPM പാർട്ടി, കേരളത്തിലെ CPM പാർട്ടി ഇപ്പോൾ ഏറ്റവും ഒരു കുരുക്കിൽപ്പെട്ട അവസ്ഥയിലാണ്. എന്താണെന്ന് ചേട്ടന് അറിയാമായിരിക്കും. വിവാഹ വിവാദമാണോ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും അത് കുരുക്കല്ല. അത് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ആപ്പ് വെച്ചിട്ടുള്ള തടിക്ക് മുകളിൽ കയറിയിരുന്ന വെച്ച് പണ്ടൊരു കുരങ്ങൻ ആപ്പ് ഊരിയൊരു കഥയുണ്ട്. ചില ഒരു സാധനം കുടുങ്ങിപ്പോയ ഒരു സാധനത്ത് പെട്ടുപോയായിരുന്നു. അപ്പം അതിനെക്കാട്ടി കെട്ട അവസ്ഥയാണ് ഇപ്പോൾ. അതായത് ആ പൂരി പെട്ടു. ഇനിയിപ്പം എത്ര മെഴുകി ക്യാപ്സ്യൂൾ കൊടുത്താലും അതിൽ നൂരി പോരാൻ പറ്റത്തില്ലാത്ത അവസ്ഥയാണ്. ശരിക്കും ഇതിന്റെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു സംസ്ഥാന മന്ത്രി, ഒരു പ്രധാന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി, ഒരു രാജ്യസഭ MP, ഇവർ 3 പേരും മുന്നിൽ നിന്നാണ് ഈ വിവാഹം നടത്തിയത് എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇതിലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഈ കേരള സ്റ്റോറി 2 എന്ന് പറയുന്ന ചിത്രത്തിന്റെ ട്രെയിലർ വന്നപ്പോൾ അതിനുള്ളിൽ ബീഫ് നിർബന്ധിച്ച് കഴിപ്പിക്കുന്ന ഒരു വളരെ വിവാദമായിട്ടുള്ള ഒരു ട്രെയിലർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെതിരെ വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇങ്ങനൊന്നും അല്ല എന്ന് കാണിച്ച് ഇവിടെ പാർട്ടി എന്താ പറയുന്ന മതനിരപേക്ഷ കേരള സ്റ്റോറി എന്നുള്ള ഉദാഹരണമായിക്കൊണ്ട് ഈ പറയുന്ന MP ഗോവിന്ദനും നമ്മുടെ അവരുടെ പേര് പറയുന്നതിനൊന്നും യാതൊരു വിഷയം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. MP ഗോവിന്ദനും നമ്മുടെ ശിവൻകുട്ടിയും അതുപോലെ തന്നെ റഹീമും എത്തുന്നു. അമ്പലത്തിൽ വെച്ച് വിവാഹത്തിനുള്ള നടപടികളൊക്കെ നടത്തി കൊടുക്കുന്നു. ഈ പറയുന്ന വൈറൽ താരവും ഈ യുവാവ് തമ്മിൽ സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഒരു മുസ്ലിം യുവാവും തമ്മിലുള്ള വിവാഹം അമ്പലത്തിൽ വെച്ച് നടക്കുന്നു. അപ്പോൾ തന്നെ എന്താ പറയുന്നത് K സർട്ടിഫിക്കറ്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നു. ആ K സർട്ടിഫിക്കറ്റ് വേണ്ടി ഒരു ഫോട്ടോ ഇടുന്നു. ഫോട്ടോകൾ ഭയങ്കര വിവാദമാകുന്നു. അപ്പോഴും ചേട്ടാ എനിക്കൊരു സംശയം. നമ്മൾ ഒരു വിവാഹ ഓഫീസിൽ രജിസ്റ്റർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ പോയി. ആ വിവാഹം രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ദിവസത്തിന്റെ ഒരു ഡിലേ വരും? ആ ഒരു സർട്ടിഫിക്കറ്റ് ആവണമെങ്കിൽ 1 month ആണ്. അപ്പൊ ആ വിവാഹം നടന്ന് ഇത്ര മണിക്കൂറുകൾക്ക് ശേഷമാണ് ആ സർട്ടിഫിക്കറ്റ് അവർക്ക് റെഡി ആയി കിട്ടിയത്. രജിസ്റ്റർ ഓഫീസിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞാണ് ഇവർ കാണിക്കുന്നത്. രജിസ്റ്റർ ഓഫീസിൽ ഒരു കല്യാണം നടക്കുമ്പോൾ ഈ പറയുന്ന കല്യാണം കഴിക്കാൻ പോകുന്ന യുവാവിന്റെയും യുവതിയുടെയും ഫോട്ടോ പരസ്യ ബോർഡിൽ പ്രദർശിപ്പിക്കും. ആർക്കെങ്കിലും എന്തെങ്കിലും എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ വിവാഹം നടക്കാതിരിക്കാനാണ്. അതിനെ ചില കാമുകന്മാർ അവിടുത്തെ സ്റ്റാഫുകൾക്ക് ക്യാഷ് കൊടുത്ത് ആ ഫോട്ടോ എടുത്ത് അങ്ങനെ പ്രണയം നടക്കാറുണ്ട്. എന്താണെങ്കിലും എന്റെ വിവാഹം നടന്ന അമ്പലത്തിൽ വെച്ചായിരുന്നു. സോ എനിക്ക് അങ്ങനെ ഫോട്ടോ പ്രദർശിപ്പിക്കേണ്ടി വന്നില്ല. പക്ഷേ സർട്ടിഫിക്കറ്റ് കിട്ടും. അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കുമ്പോൾ ഇങ്ങനെ ഒരു വിവാഹം നടന്നിട്ടുണ്ടെന്നുള്ള ഒരു സർട്ടിഫിക്കറ്റ് അമ്പലത്തിൽ നിന്ന് കിട്ടും. ഇതും കൊണ്ട് 1 മാസത്തിനുള്ളിൽ നമ്മുടെ പഞ്ചായത്തിൽ, അല്ല മുനിസിപ്പാലിറ്റി ആണെന്ന് നമ്മുടെ മുനിസിപ്പാലിറ്റിയിൽ അവിടെ പോയിട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാലാണ് കല്യാണം സാധുവായി മാറുന്നത്. അതായത് വാലിഡ് ആവുന്നത്. ഇപ്പൊ ഈ പറയുന്ന സർട്ടിഫിക്കറ്റ് വാലിഡ് അല്ല. ചേട്ടാ, പക്ഷെ അവര് ഡിജിറ്റൽ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് തെളിവുകളും എന്ത് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഈ പെണ്ണും ചെറുക്കനും കൂടെ വന്ന് വ്യാജ രേഖ ചമച്ചിട്ടുണ്ട്. അത് ആർക്കെങ്കിലും അറിയോ? അതല്ല പാർട്ടി നേതൃത്വം വെട്ടിലായിരിക്കുന്നത് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അവർ കൈ കഴുകുന്നത് ഞങ്ങൾക്കിത് വ്യാജരേഖയാണെന്ന് അറിയില്ലായിരുന്നു എന്ന് പറഞ്ഞാണ് കൈ കഴുകുന്നത്. പണ്ട് ഈ പിലാത്തോസിന്റെ ഒരു സംഭവം ഉണ്ടായിരുന്നു. കൈ കഴിച്ച് എനിക്ക് രക്തത്തിൽ പങ്കില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവായി കൈ കഴിയുന്നത്. പക്ഷെ ഒഴിവാകാൻ പറ്റില്ല. കാരണം കാള പറ്റുന്നത് കേൾക്കുമ്പോഴേ കയറെടുക്കുന്ന നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ കുറെ നേതാക്കന്മാരുടെ തനിക്കൊണോ അതും മൂത്ത നേതാക്കളും. ഞാൻ പറയട്ടെ, പാർട്ടി ഉണ്ടാക്കിക്കോ, ഇവിടെ പാർട്ടി ഉണ്ടാക്കിക്കോ, പ്രസ്ഥാനം നടത്തിക്കോ, രാഷ്ട്രീയം നടത്തിക്കോ, എന്തു ആയിക്കോട്ടെ. ഒരു കുടുംബത്തിന്റെ കണ്ണീരാണ്. ഒരു പെൺകുട്ടിയെ ഇത്രയും കാലം വളർത്തിക്കൊണ്ട് വന്ന് അവളെ വലുതാക്കി അവളെ പുറലോകത്തേക്ക് വിടുമ്പോൾ അവർക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷകൾക്ക് മേലെയാണ് ഈ പറയുന്ന ഒരു കരിനിഴൽ വീണ്ടിരിക്കുന്നത്. അതിന് പാർട്ടി നേതൃത്വം കൊടുത്ത് ഈ പറയുന്ന MP ഗോവിന്ദന് ഒരു പെൺകുട്ടി ഉണ്ടെങ്കിൽ ആ പെൺകുട്ടി ഇങ്ങനെ പോകുമ്പോൾ അയാൾക്ക് ഇതിന്റെ വേദന മനസ്സിലാവും. ഈ റഹീമിന് മാത്രം ഒന്ന്. പിന്നെ ഈ വകുപ്പ് എങ്ങനെയാണ് പോക്സോ എന്ന് ചോദിച്ചാൽ അന്ന് തന്നെ പറയുന്നുണ്ട്, ഈ സംഭവം നടക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട്, ഈ പെൺകുട്ടിക്ക് പ്രായപൂർത്തി ആയിട്ടില്ല, ഇവക്ക് 18 വയസ്സാകുന്നതേ ഉള്ളൂ എന്ന് പറയുന്നു. ഇവളെ പക്ഷേ മീഡിയാസിന് കാണിച്ചു കൊടുത്ത ആധാർ കാർഡില് ആ പെൺകുട്ടിക്ക് 18 വയസ്സാണെന്നാണ് ആ ആധാർ രേഖയിൽ കൊടുത്തിരിക്കുന്നത്. അതെന്തുകൊണ്ട് ക്ലാരിഫിക്കേഷൻ ഇല്ല? ആഷിക്ക് ഞാൻ ഒരു ആധാർ കാർഡ് ഞാൻ ഉണ്ടാക്കി തരാം, എന്റെ ഡേറ്റ് മാറ്റിക്കുക ഒന്നും വേണ്ട. എന്റെ ഈ മൊബൈലിൽ ഇരുന്നോണ്ട് ഇപ്പൊ ഈ പറയുന്ന സമയത്ത് എന്റെ ഒറിജിനൽ ആധാർ കാർഡിൽ എന്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ വേണമെങ്കിൽ എനിക്കൊരു 3-4 വയസ്സ് കുറച്ച് കാണിച്ചു തരാം. ചേട്ടാ, നമ്മുടെ വിരൽ അടയാളം ഉൾപ്പെടുന്ന ഒരു രേഖ, ഒരു കേന്ദ്ര സർക്കാരിന്റെ ഒരു രേഖ, അത് ഇത്ര രീതിയിൽ വ്യാജ രീതിയിൽ ഉണ്ടാക്കണമെങ്കിൽ അതിന്റെ വാലിഡിറ്റി എന്താണ്? അതിൽ എന്താണ് ന്യായീകരണം? കാശുണ്ടെന്നുണ്ടെങ്കിൽ അപ്പനെ അമ്മയും ഉണ്ടാക്കി കൊടുക്കുന്ന നാട്ടിലാണ് നമ്മുടെ വ്യക്തിത്വത്തിന് നമ്മുടെ ഐഡന്റിറ്റിക്ക് എന്താണ് ഇവിടെ സുരക്ഷയുള്ളത്? ഒരു സുരക്ഷയില്ല എന്നുള്ളത് ബോധ്യമാണല്ലോ. ഞാൻ പറയട്ടെ ആഷിക്ക്, ഈ പറയുന്ന വിരലടയാളം പതിപ്പിക്കുമ്പോൾ
ഈ സംഭവം അവരുടെ ഈ അക്ഷയ സെന്ററിലോ അല്ലെങ്കിൽ നമ്മൾ മൊബൈൽ എടുക്കാൻ പോകുമ്പോഴോ നമ്മുടെ ഈ പറയുന്ന തമ്പ് പതിപ്പിക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ. ഇത് ഇവർ കാണിച്ചിട്ടേ ഉള്ളൂ ഈ സാധനം, ഇവരുടെ വിരലൊന്നും ആരും പതിപ്പിച്ചിട്ടൊന്നും ഇല്ല. മനസ്സിലായി? അപ്പോഴും ഈ പെൺകുട്ടിയുടെ കുടുംബം പറയുന്നുണ്ട് ഇവൾക്ക് പ്രായപൂർത്തി ആയിട്ടില്ല. ഈ പെൺകുട്ടിയെ ഈ പറയുന്ന അവൾ വൈറലാകുന്ന നിമിഷത്തിന് ശേഷം അവളെ കൂടുതൽ പോപ്പുലാരിറ്റിയിലേക്ക് എത്തിച്ച ഒരു സംവിധായകൻ ഉണ്ടായിരുന്നു. അയാളെ വരേക്കും ഇന്നലെ കണ്ട ഒരു യുവാവിനുണ്ട് അവൾ തള്ളി പറഞ്ഞു, ലൈംഗികാരോപണങ്ങളെല്ലാം ഉണ്ടായിട്ട് തള്ളി പറഞ്ഞു. പക്ഷേ പണ്ടൊക്കെ ദൈവം പിന്നെ ലൈംഗികാരോപണം എന്നുള്ളത് തള്ളിക്കളയേണ്ട ഒരു സംഭവം അല്ല. അത് ഒരു പെൺകുട്ടിയാണ് പറയുന്നത്, അപ്പോ അതിൽ എത്ര നിജസ്ഥിതി ഉണ്ടെന്ന് നമ്മൾ ഓഫീസിൽ ആഷിക്ക് ഇവിടുത്തെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്ന സമയത്ത് ഇപ്പൊ നമ്മുടെ തൊട്ടപ്പുറത്ത് ഓഫീസിൽ ഇരിക്കുന്ന ഒരു പെൺകുട്ടി ഈ പറയുന്ന ആലുവ സ്റ്റേഷനിൽ പോയിട്ട് ആഷിക്ക് പീഡിപ്പിച്ചെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു കഴിഞ്ഞാൽ എന്റെ പൊന്നാഷിക്ക് ആ പെൺകുട്ടിയുടെ മൊഴി മാത്രമേ കേരള പോലീസും അതുപോലെ തന്നെ കോടതിയും കേൾക്കുള്ളൂ. അതിന്റെ അന്വേഷണം നടക്കുവാനായിട്ട് ധാരാളം സമയങ്ങളുണ്ട്. ഇവൾ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് തെളിയണം. ഇനി ഇവന്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റുണ്ടായിട്ടില്ല എന്ന് തെളിയണം. ഇതിനൊക്കെ നമ്മുടെ കാര്യം അറിയാം, നമ്മുടെ ഇന്ത്യയിലെ നിയമവ്യവസ്ഥിതിയുടെ കാര്യങ്ങൾ, കോടതി കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ കോടതി കാര്യങ്ങൾ മുറയ്ക്കാണ്. ഈ പറയുന്ന സംഭവങ്ങളൊക്കെ തെളിവായി നീ കുറ്റവാളി അല്ല എന്ന് തെളിയിക്കുമ്പോൾ ചിലപ്പോൾ ഒരു 10 അല്ലെങ്കിൽ 12 അല്ലെങ്കിൽ 13 വർഷമാകും. ഇത്രയും വർഷങ്ങൾ നിന്റെ ജീവിതത്തിൽ പോയി. ഇനി നീ കുറ്റവാളി അല്ലെന്ന് പറഞ്ഞാൽ ഈ സമൂഹം നിന്നെ കുറ്റവാളിയായിട്ട് അംഗീകരിക്കുള്ളൂ. എല്ലാവരുടെയും മുന്നിൽ നീ കുറ്റക്കാരനായിട്ട് തലകുനിഞ്ഞ് നിൽക്കേണ്ടി വരും. എന്തിനാണ്? ഒരു സ്വാർത്ഥ നേട്ടത്തിന് വേണ്ടി അല്ലെങ്കിൽ തന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം തന്നെ കൈപിടിച്ചുകൊണ്ട് വന്ന ഒരു വ്യക്തിയെ നിഷ്കരണം തള്ളിക്കളഞ്ഞുകൊണ്ട് ഇത് തീരുമാനിക്കേണ്ട ഞാനോ ആഷിക്കോ അല്ല. ആ സംവിധായകൻ പീഡിപ്പിച്ചോ എന്നുള്ളതിന് അല്ലെങ്കിൽ ലൈംഗിക അതിക്രമം നടത്തിയോ എന്നതിന് തീരുമാനിക്കേണ്ടത് ഞാനോ ആഷിക്കോ അല്ല. അതിനാണ് ഇവിടെ നിയമമുള്ളത്, കോടതിയുള്ളത്. പക്ഷെ അതെന്താണ് ചെയ്യുന്നത്? വലിയുകയാണ്. മുച്ചിനേക്കാൾ വേഗം കുറഞ്ഞാണ് വലിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം, എനിക്കൊരു ആക്സിഡന്റ് ഉണ്ടായി. 3 വർഷം മുമ്പാണ് എനിക്ക് ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അതിന് 1 വർഷം മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിന്റെ സഹോദരൻ ആക്സിഡന്റിൽ മരണപ്പെട്ടു. ഈ 2 കേസിൽ ഈ പറയുന്ന 4 വർഷമായ ആ സുഹൃത്തിന്റെ സഹോദരൻ മരണപ്പെട്ട കേസ് ഇന്നും കോടതി കിടക്കുവാണ്. അതിൽ വിധി വന്നിട്ടില്ല. എൻ്റെ കേസ് ലൈസൻസ് ഇല്ലാത്ത ഒരു ഡ്രൈവർ കാർ ഓടിച്ച് എൻ്റെ ബൈക്കിൽ വന്ന് ഇടിക്കുകയും എൻ്റെ 2 വിരലുകൾ നഷ്ടപ്പെടുകയും എനിക്ക് അംഗവൈകല്യം സംഭവിക്കുകയും ചെയ്തൊരു കേസാണ്. എനിക്ക് ഏകദേശം 6 മാസത്തെ കാലത്തോളം ഞാൻ കിടന്ന കിടപ്പിൽ തന്നെ കിടക്കേണ്ടി വന്ന ആ ഒരു കേസ് പോലും, അത്ര ചെറിയൊരു കേസ് പോലും ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വക്കീലിനെ വിളിക്കാൻ വക്കീല് പറയുന്നത് കേസ് നടക്കുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടുത്തെ നിയമങ്ങളിൽ എന്താണ്? ഈ പാലായില് ഈ പറഞ്ഞ സെന്റ് തോമസ് കോളേജില് ഒരു പെൺകുട്ടിയെ ക്രൂരമായിട്ട് കഴുത്ത് കണ്ടിച്ചു വന്ന കാമുകൻ. ഞാൻ ഈ ക്രൈം കേസിന്റെ പിന്നാലെ പോകുന്നത് കൊണ്ട് തന്നെ ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാനും നമ്മുടെ ഇവിടുത്തെ എഡിറ്ററും കൂടെ ഞങ്ങൾ വീട്ടിലേക്ക് പോകുമ്പോൾ ഞങ്ങൾ കോഫി കുടിക്കായിട്ട് കൂത്താളം ടൗണിൽ കൊണ്ട് നിർത്തി. ഞങ്ങൾ കൂത്താളം ടൗൺ കട്ട് ചെയ്തുകൊണ്ട് ഞങ്ങൾക്ക് 2 പേർക്കും പോകാനായിട്ട്. അപ്പം ഞങ്ങൾ അവിടെ നിർത്തി കഴിഞ്ഞപ്പോഴേക്കും ചുമ്മാ ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഞങ്ങളുടെ കഴുത്തിലെ ടാഗ് കണ്ടിട്ട്, പ്രസിന്റെ ടാഗ് കണ്ടിട്ട് നിങ്ങൾ ചാനലിൽ നിന്നാണോ എന്ന് വന്നിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങൾ ചാനലാണ്, ന്യൂസ് ചാനലാണ് വർക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞ് ഇത് ചുമ്മാ ഒരു ക്യാഷ്വൽ ടോക്ക് പോലെ ചോദിച്ചു, ചേട്ടാ പാലായിലെ ആ കേസിലെ പയ്യൻ ഇപ്പൊ അകത്താണ് എന്ന് ചോദിച്ചു. അവനൊരു 1/2 മണിക്കൂറും കൂടെ ഒന്ന് കോഫി കുടിച്ചിട്ട് പോയായിരുന്നു. കാരണം ഈ കേസ് ഇനി കോടതി വരാനായിട്ട് ഇത്ര നാൾ കിടക്കുവാണ്. ഇതിന്റെ വിധി വരാനായിട്ട് ഇനി വർഷങ്ങൾ കിടക്കും. പോയത് ആ പെൺകുട്ടിയുടെ കുടുംബത്തിനാണ്. അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടു, അവളുടെ കുടുംബത്തിന് അത്താണി നഷ്ടപ്പെട്ടു. ഈ പയ്യൻ ഇപ്പോഴും ഒന്നും സംഭവിക്കാത്ത അവൻ കൂത്താളം ടൗണിൽ കൂടെ ഇറങ്ങി നടക്കുന്നുണ്ട്. അവന് പറയാൻ ന്യായം ഉണ്ടാവാം. എന്ത് ന്യായം? അവനെ വഞ്ചിച്ചു എന്നതിന് ജീവൻ എടുക്കുന്ന നല്ല നിയമം. ഞാൻ പറഞ്ഞത് ഈ വൈറൽ താരത്തിന്റെ വിഷയത്തിലേക്ക് വരുമ്പോൾ അവളുടെ സ്വാർത്ഥ താല്പര്യം. ഇന്നലെ കണ്ട ഒരു പയ്യന്റെ ഈ പറയുന്ന കൊതിപ്പിക്കുന്ന വാക്കിലും പുഞ്ചിരിയിലും മയങ്ങി അവളുടെ കുടുംബം ഉപേക്ഷിച്ചു. ഇപ്പൊ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, എല്ലാ കുഞ്ഞുങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളെ 10-18 വയസ്സ് വരേക്കും നിങ്ങളെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊണ്ടുനടക്കുന്ന നിങ്ങളുടെ അച്ഛനും അമ്മയാണ്. നിനക്ക് ഇഷ്ടമുള്ളത് എന്തോ അതെല്ലാം വാങ്ങിച്ചു തന്നത് നിന്റെ അച്ഛനും അമ്മയാണ്. നിന്റെ പക്ഷെ പറയണേ നിന്റെ വാപ്പയും ഉമ്മയാണ് നിനക്കുള്ള എല്ലാം മേടിച്ചു. നിനക്ക് സ്വന്തമായിട്ടൊരു ജോലി കിട്ടിയപ്പോൾ നീ അവരെ മറന്നിട്ട് ഇന്നലെ കണ്ടൊരു പെൺകുട്ടിയുടെ പുറകെ ഇറങ്ങി പോകുന്നതിൽ എന്ത് ന്യായമാണുള്ളത്? അപ്പൊ അങ്ങനെയുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു കണ്ണ് നിറഞ്ഞെങ്കിൽ അവൾ ഉണ്ടായ സമയം തൊട്ട് അവളെ കയ്യിൽ കിട്ടിയപ്പോൾ തൊട്ട് ഈ പറയുന്ന 16-17 വയസ്സ് വരേക്കും അവളെ വളർത്തിക്കൊണ്ട് വന്നതിനകത്ത് അച്ഛനും അമ്മയും എന്തോരം വേദന അനുഭവിച്ചിട്ടുണ്ടെന്നുള്ളത് അവൾ മനസ്സിലാക്കേണ്ട കാര്യമായിരുന്നു. അവളത് മനസ്സിലാക്കിയില്ല. ഇന്നലെ കണ്ടൊരു പയ്യന്റെ കൂടിപ്പോയി 1 വർഷം അല്ലെങ്കിൽ ഒരു 6 മാസം മാത്രം വരികയുള്ളൂ. എനിക്ക് തോന്നുന്നു ഇവരുടെ ബന്ധത്തിന് 6 മാസത്തെ ഗ്യാപ്പ് എങ്ങാണ്ടേ ഉണ്ടായിരുന്നു. 1 വർഷം പോലും തികച്ചിട്ടില്ല. അത്രയും മാത്രം പരിചയമുള്ള ഒരു പയ്യന്റെ പിന്നാലെ എല്ലാവരും ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയി. ഇന്നത്തെ തലമുറ ചിന്തിക്കുന്നത് എന്താണ്? അവർക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള, ഞാൻ പറഞ്ഞത് അവർക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു ലൈഫാണ്. ചേട്ടാ, ഈ ഇൻസ്റ്റന്റ് കോഫി എന്ന് പറയുന്നത് ഇൻസ്റ്റന്റ് റിലേഷൻഷിപ്പ് ആണ് ഏറ്റവും കൂടുതൽ മെജോറിറ്റി. അതെ, ഇൻസ്റ്റന്റ് റിലേഷൻഷിപ്പിന്റെ പല കാര്യങ്ങളും നമ്മൾ ഇന്നും രാവിലെയും ചർച്ചയ്ക്ക് ഇങ്ങനെ വന്ന ഒരു കാര്യം. ഒരു ഇൻസ്റ്റഗ്രാം ഫെയിം താരം അവര് എന്താ പറയുന്നത്, കലിപ്പനും കാന്താരിയും ഞാൻ അവരുടെ പേര് പറയാൻ പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ലാത്തതുകൊണ്ടാണ്. കാരണം അത്രയും വെറുപ്പിച്ചിട്ട് ഇവരെ പിടിച്ച് ബ്ലോക്ക് ഇട്ടുള്ളതാണ്. ഇവരുടെ വീഡിയോസ് വരാതിരിക്കട്ടെ ഈ അക്കൗണ്ട് തന്നെ ബ്ലോക്ക് ഇട്ടൊരു വ്യക്തിയാണ് ഞാൻ. അത്രയും വെറുപ്പിച്ചിട്ട് ഇപ്പൊ കൂട്ടുകാരന്റെ കൂടുതൽ ഇറങ്ങിപ്പോയെന്നും പറഞ്ഞിട്ട് ഈ പറഞ്ഞ ചെറുക്കൻ കരഞ്ഞുകൊണ്ട് വന്നിരിക്കുന്നു. ഈ പെണ്ണ് വീഡിയോ ഇടുന്നു, അവൻ കഞ്ചാവാണ്, അങ്ങനെയാണ്. ഈ ഇറങ്ങിപ്പോകുന്ന സമയത്ത് കഞ്ചാവാന്ന് അറിയത്തില്ലായിരുന്നു.
ആ സമയത്ത് അതൊരു മാസമായിരുന്നു. അത് ആ സമയത്ത് ഒരു മാസമായിരുന്നു. എന്റെ പൊന്നാഷിക്ക് ഇന്നത്തെ ലോകം നിലനിൽക്കുന്നത് സ്വാർത്ഥ താല്പര്യങ്ങളിലും അവരവരുടെ സുഖങ്ങളിലും മാത്രമാണ്. ആ സുഖം അനുഭവിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി പോകുന്ന ആ സുഖത്തിന്റെ പരിമിതി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ടാറ്റ ബൈബൈ പറഞ്ഞ് പിരിയുന്നു. ഒരു സ്ട്രോങ് റിലേഷൻസ് ഇപ്പൊ ഇല്ല, അല്ലെങ്കിൽ ഒരു ലോങ് ആയിട്ട് നീണ്ടു പോകുന്ന റിലേഷൻസ് ഇപ്പൊ ഇല്ല. ഈ പറയുന്ന വിഷയത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പാർട്ടി നേതൃത്വം വെട്ടിലായത് കാള പറ്റുന്ന കേട്ടപ്പോഴേ കയറെടുത്തോണ്ട്, അതായത് ഒരു പെൺകുട്ടിയുടെ, അതായത് പ്രായപൂർത്തി പോലും ആകാത്ത ഒരു പെൺകുട്ടിയുടെ വാക്ക് കേട്ട് ഒരു CPM-ന്റെ എന്നല്ല, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മുതിർന്ന നേതാവും സംഘവും എടുത്തു ചാടിയത്, അത് ഒരു സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി കൂടി ഉൾപ്പെട്ടാണെന്നുള്ള ഓർക്കണം. അതും കൂടി എടുത്തത് വളരെ നിരാശജനകമാണ്. വിവരമില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയാണ് നമ്മുടെ കേരളത്തിൽ ഉണ്ട് എന്നുള്ളത്. ചേട്ടാ അത്രയ്ക്ക് താറടിക്കുന്നുണ്ടെങ്കിൽ ഇത് ചെയ്യില്ല. ആഷിക്ക് തലയ്ക്കകത്ത് ഒരു ഇത്തിരിയെങ്കിലും വെട്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് കൂടി പരിപാടിക്കൊന്നും പോകത്തില്ല. പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കും, അല്ലെങ്കിൽ പറഞ്ഞ് തിരുത്താൻ ശ്രമിക്കും. ഇത് പാർട്ടി ഉണ്ടാക്കുന്നത് ഒരു പയ്യന്റെ ജീവിതം കൂടി തൊളിച്ചിട്ടാണോ? ഇവർക്ക് ഈ പറയുന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഒന്നും മനസ്സിലാക്കാനുള്ള ബോധമൊന്നുമില്ലേ? ചേട്ടാ അതിപ്പോ ഈ ID കാർഡിന്റെ ഇഷ്യൂ അല്ല, ഐ മീൻ അങ്ങനെയല്ല, വ്യാജ ID കാർഡ് നിർമ്മിച്ച് അവസാനം വ്യാജ ആധാർ കാർഡ് മനസ്സിലാകാത്ത അവസ്ഥയായിരിക്കും. ഇപ്പം വ്യാജ ID കാർഡ് നിർമ്മിച്ചാലും വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാലും എന്താണെങ്കിലും എല്ലാവരും അനുഭവിക്കേണ്ടി വരുമെന്നുള്ള ഉറപ്പാണ്. പോക്സോ കേസിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. 22-ന് ഡൽഹി ചെല്ലേണ്ടി വരും. ഇത് കേസ് വരുന്നത് ഇവിടെയല്ല, കേസ് എടുത്തിരിക്കുന്ന ഉത്തർപ്രദേശ് പോലീസാണ്. അതെ, ഇപ്പൊ 2 സംസ്ഥാനത്തിലെ DGP-മാര് 22-ാം തീയതി ഡൽഹിയിൽ ഹാജരാവണം. മധ്യപ്രദേശിലെ നമ്മുടെ കേരളത്തിലെ DGP ആ ഒരു വിവാഹ തീരുമാനം എടുത്തപ്പോ പെട്ടത് നമ്മുടെ, ഞാൻ പറഞ്ഞത് ഉൾപ്പെടെയാണ്. ഒരു മഞ്ഞച്ചരട് ആഭ്യന്തരത്തെ തൂക്കി നിർത്തുന്ന കണ്ടിട്ടില്ലെങ്കിൽ ഈ അടുത്ത ദിവസം കാണാൻ പറ്റും. കാരണം ഇനി ഇതിനെക്കുറിച്ച് എനിക്ക് കൂടുതൽ വലിച്ചു നീട്ടാനായിട്ട് താല്പര്യമില്ല. വിനാശകാലെ വിപരീത ബുദ്ധി.